ക്രിസ്മസ് തലേന്ന് ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ മാത്രം 70 കോടി രൂപയുടെ മദ്യവിൽപ്പന. ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ചാലക്കുടിയിലാണ്. ഇവിടെ 60 ലക്ഷത്തിലധികം രൂപയുടെ മദ്യം വിറ്റുപോയി. ചങ്ങനാശ്ശേരിയാണ് രണ്ടാം സ്ഥാനത്ത്. 3 ദിവസത്തെ മദ്യവിൽപ്പന കൊണ്ട് ബെഫ്കോയ്ക്ക് 150 കോടിയിലേറെ രൂപ ലഭിച്ചു. ബെഫ്കോയുടെ ക്രിസ്മസ് മദ്യവിൽപ്പനയുടെ മൊത്തത്തിലുള്ള കണക്ക് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് കണക്കാക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ക്രിസ്മസ് ദിനത്തിലും മികച്ച മദ്യവിൽപ്പനയാണ് നടക്കുന്നത്. ഡിസംബർ 22 മുതൽ 24 വരെയുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് തലേന്ന് വലിയ തോതിലുള്ള വിൽപ്പന ബെഫ്കോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും നടന്നു. 154.77 കോടി രൂപയുടെ വിൽപ്പനയാണ് 3 ദിവസമായി നടന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വർധനയുണ്ടായിട്ടുണ്ടെന്ന് ബെഫ്കോ അധികൃതർ പറയുന്നു. ക്രിസ്മസ് ദിനത്തിലെ കണക്കുകൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ വർധന കൃത്യമായി കണക്കാക്കാൻ കഴിയൂ. ഞായറാഴ്ച മാത്രം 70.73 കോടിയുടെ മദ്യമാണ് കേരളത്തിൽ കുടിച്ചു തീർത്തത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 69.55 കോടി രൂപയുടെ മദ്യം വിറ്റുപോയിരുന്നു. ഡിസംബർ 23-ന് 84.04 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഇതേ സ്ഥാനത്ത് 75.41 കോടിയുടെ മദ്യമാണ് വിറ്റത്. മദ്യവിൽപ്പനയിൽ എല്ലാ പ്രാവശ്യവും ഒന്നാം സ്ഥാനത്തോ രണ്ടാമതോ എത്തുന്ന ഇടമാണ് ചാലക്കുടി. ചാലക്കുടിയിൽ റെക്കോർഡ് വിൽപ്പനയാണ് ഇക്കുറിയും രേഖപ്പെടുത്തിയത്. 63.85 ലക്ഷം രൂപയുടെ മദ്യം ചാലക്കുടിയിൽ മാത്രം വിറ്റു. രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ 62.87 ലക്ഷത്തിൻ്റെ മദ്യവിൽപ്പന നടന്നു. ഇരിങ്ങാലക്കുടയാണ് മൂന്നാം സ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.